സമസ്ത എന്ത് ചെയ്തു എന്ന് ചോദിക്കേ? സമസ്ത ഇവിടെ എന്താണെന്ന് ചോദിക്കേ? സമസ്തയാണ് ഇവിടെ ചെയ്തത്. മനുഷ്യന്റെ ആഹാരം രക്ഷപ്പെടാൻ മരിച്ചത് പോകുമ്പോ കെലിമത്തല്ലെങ്കിൽ സമസ്തന്റെ പ്രവർത്തനമാണ് സഹായകമായിട്ടുള്ളത്. ഇവരാരാണ് എന്താണ് ചെയ്തത്? മരിച്ചു പോയ ശേഷം സ്വർഗം കിട്ടണമെങ്കിൽ എന്താണ് ആവശ്യം? അതാണ് സമസ്ത ചെയ്തത്. ഈ താൽക്കാലിക ജീവിതത്തിലേക്കുള്ളതല്ല, ഭാസുരമായ ഭാവി ജീവിതം, ആഖിറത്തിൽ സ്വർഗം കിട്ടാൻ വേണ്ട പ്രവർത്തനങ്ങൾ വിപുലമായി സമസ്ത ചെയ്തു. അത് സാധാരണ സംഘടനയല്ല സമസ്ത. സഹകരിച്ചാൽ നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകും. കാരണം ആര്യമിങ്ങളെ ചോദ്യം ചെയ്യുന്നവർ, സമസ്തയെ ചോദ്യം ചെയ്യുന്നവർ, അത് പിന്നെ അത് വഴിതെറ്റിപ്പോകും തീർച്ച. പക്ഷേ മഹാന്മാർ സ്ഥാപിച്ച സ്ഥാപനമാണ്. ഇന്നല്ലെങ്കിൽ നാളെ സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴിൽ വാഫി വഫിയ സംവിധാനം വരും, ഇൻഷാ അല്ലാഹ് വരേണ്ടി വരുമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ പരിപാടി നാഗർകോവിൽ തമിഴ്നാട്ടിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തമിഴ്നാട് സംസ്ഥാന ഖാളി ഖാജ മുഈനുദ്ദീൻ അൽ ഫാദിൽ അൽ ബാഖവി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത്ര വലിയ വിപ്ലവങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിന് കാഴ്ചവെക്കാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന്റെ സ്ഥാപകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽഹാം കൊടുത്തിരിക്കും, ദിവ്യ സന്ദേശം നൽകിയിരിക്കും ഇങ്ങനൊരു സംവിധാനം രൂപീകരിക്കാൻ എന്ന്. തീർച്ചയായും അത് ശരിയായിരിക്കാമെന്ന അനുമാനം നമുക്കും തോന്നുന്നുണ്ട്. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ തുടക്ക കാലഘട്ടത്തിൽ 1920-കളിൽ കേരളം അടക്കി വാഴുന്നത്, അല്ലെങ്കിൽ അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നത് വ്യാജ സിദ്ധന്മാരായിരുന്നു, വ്യാജ ത്വരീഖത്തുകളായിരുന്നു. ആ കൂട്ടത്തിൽ ഒന്നാണ് ചോറ്റൂർ ത്വരീഖത്ത്. ചോറ്റൂർ ത്വരീഖത്ത് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂർ കേന്ദ്രീകരിച്ച് കടന്നു വന്ന ഒരു സിദ്ധൻ. ആ സിദ്ധന്റെ വാദഗതി ഈ ത്വരീഖത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി നിസ്കാരവും നോമ്പും ഇബാദത്തുകളും നിർത്താം, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പ് കിട്ടുന്നത് വരെയാണ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ ത്വരീഖത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പ് കിട്ടി, നിസ്കാരം നിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഈ ത്വരീഖത്ത് വ്യാപകമാകാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെട്ടു. ആ രൂപീകരണ കാലഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമുന്നതരായ പണ്ഡിതരായിരുന്ന കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ അവർകൾ കനപ്പെട്ട ഒരു ഗ്രന്ഥം ഈ വ്യാജ സിദ്ധന്മാരെ നിരാകരിച്ചുകൊണ്ട് എഴുതി, ഹിദായത്തുൽ മുതലത്തിഹ് ബിഗവായത്തിൽ മുത്തശയ്യിഖ്. വ്യാജ സിദ്ധന്മാർ വഴിതെറ്റിയ ആളുകൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് പോരാട്ടം നടത്തിയതിന്റെ ഫലമായി ചോറ്റൂർ ത്വരീഖത്തിനെ ഒതുക്കി സമസ്ത. പിന്നീട് പ്രതിഷ്ഠപ്പെട്ട ഒപ്പത്തിനൊപ്പം കൊരൂർ ഷെയ്ഖ്, കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി കേന്ദ്രീകരിച്ച്. അദ്ദേഹത്തിന്റെ പ്രധാന വാദം, ഈ ത്വരീഖത്തിൽ പ്രവേശിച്ചാൽ ചില മന്ത്രങ്ങളും ജപങ്ങളും മാത്രം മതി, മാത്രമല്ല സ്വർഗത്തിൽ പോവാൻ. ഈ ത്വരീഖത്തിൽ പ്രവേശിച്ച ആളുകളൊക്കെ സഹോദരി സഹോദരന്മാരാണ്. ഇന്നമൽ മുഅ്മിനു ഇഖ്വ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുഅ്മിനുകൾ സഹോദരങ്ങളാണ്, അത് സഹോദരിമാരാണ്. അപ്പൊ ഈ ബൈഅത്തിൽ പ്രവേശിക്കുന്ന ആളുകളൊക്കെ ആങ്ങളമാരും പെങ്ങന്മാരുമാണ്. നമുക്ക് പരസ്പരം കാണാം, ഇരിക്കാം, ഒരുമിച്ച് കൈകാര്യം ചെയ്യാം എന്ന അത്യന്തം അപകടകരമായ മതവിരുദ്ധവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഈ സിദ്ധനെതിരെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശക്തമായ പോരാട്ടം നടത്തി. അതുപോലെ തന്നെ പിൽക്കാലത്ത് ഇതുപോലുള്ള ഒരുപാട് ഇസ്ലാമിലെ കളകൾ, ശംസിയ ത്വരീഖത്ത് 1962-ലാണ് ഈ ലക്ഷദ്വീപിൽ പ്രത്യക്ഷപ്പെട്ടത്. കേരളത്തിൽ അതിന്റെ സ്വാധീനം പ്രകടമായി കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. എത്രത്തോളം എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഈ നിസ്കാരമൊന്നും യഥാർത്ഥ നിസ്കാരമല്ല, യഥാർത്ഥ നിസ്കാരമാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഖുർആൻ പറയുന്നുണ്ട് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. യഥാർത്ഥ നിസ്കാരം മനുഷ്യനെ തെറ്റായ കാര്യങ്ങളിൽ നിന്നും നിർലജ്ജകരമായ കാര്യങ്ങളിൽ നിന്നും വിലക്കുമെന്ന്. പക്ഷെ ഈ നിസ്കരിക്കുന്ന ആൾ തെറ്റ് ഒഴിവാക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് യഥാർത്ഥ നിസ്കാരമല്ല, ഈ നിസ്കാരം കൊണ്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാലത്തും വൈകുന്നേരവും സൂര്യൻ നോക്കിക്കൊണ്ട് പ്രത്യേകം ചില ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വിഭാഗത്തിനെതിരും ശക്തമായ പോരാട്ടം സമസ്ത നടത്തി ശംസിയ ത്വരീഖത്ത്. മാത്രമല്ല നൂരിഷ ത്വരീഖത്ത് 1955-ൽ കേരളത്തിൽ ഉദയം ചെയ്തു, വലിയ സ്വാധീനം ചെലുത്തി. അതിനെക്കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിശദമായി പഠിച്ചു. ഒരു മുറബ്ബിയായ ഷെയ്ഖാകണമെങ്കിൽ ഇന്ന നിബന്ധനകൾ വേണം. നൂരിഷ ത്വരീഖത്തിന്റെ ഷെയ്ഖിന് ആ നിബന്ധനകളിൽ
എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ആ ത്വരീഖത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ കേരളീയ മുസ്ലിം സമൂഹത്തിന് ബോധനം നൽകി സമസ്ത. തുടർന്ന് ആലുവ ത്വരീഖത്ത് വർത്തമാന കാലഘട്ടത്തിൽ ഇതാ ഈ തൊട്ടടുത്ത പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് കടന്നു വന്നതാണ്. ഒരുപാട് തെറ്റായ ആശയങ്ങളും തെറ്റായ രീതികളും ജീവിതത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന അദ്ദേഹത്തെ കുറിച്ചും വിശദമായി സമസ്ത പഠിച്ചു. തെറ്റാണ്, മുസ്ലിം സമൂഹം വിട്ടുനിൽക്കണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടു. അതോടുകൂടി ആലുവ ത്വരീഖത്ത് നിഷ്പ്രഭമായി നമ്മൾ നേരിട്ട് കണ്ട യാഥാർത്ഥ്യമാണ്. ഇതുപോലെ തെറ്റായ ത്വരീഖത്തിൽ നിന്ന് മുഴുവൻ സമസ്തയെ ഇവരെ മോചിപ്പിച്ചു. ചെറിയ കാര്യമല്ല സമസ്ത ചെയ്തത്. മറ്റൊരു ഭാഗത്ത് ബിദഅി പ്രസ്ഥാനങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നേരിട്ടുന്ന ഘട്ടത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിടേണ്ട ഘട്ടത്തിലാണ് രംഗത്ത് വന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ ദൗർബല്യങ്ങൾ കൃത്യമായും വ്യക്തമായും മുസ്ലിം സമൂഹത്തിന് തെളിവുകൾ സഹിതം സവിശദം വിശദീകരിച്ചുകൊണ്ട് നിരന്തരമായ പ്രസംഗങ്ങളും ലേഖനങ്ങളും ആനുകാലികങ്ങളും സംവാദങ്ങളും പോരാട്ടങ്ങളുമായി സമസ്ത പൂർവ്വകാല പണ്ഡിതന്മാർ ഒരു വലിയ യജ്ഞം പടയോട്ടം തന്നെ നടത്തി. ആ പടയോട്ടം നടത്തിയതിന്റെ ഫലമായി അവർക്ക് ശക്തമാകാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, സമസ്ത കൃത്യമായി ഉന്നയിച്ച വാദഗതികൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിന്റെ പേരിൽ തൗഹീദിന്റെ വികലമായ വ്യാഖ്യാനത്തിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനം അവസാന ഘട്ടത്തിൽ പിന്നെയും പിളർന്നു. ഇപ്പൊ ചിന്നിച്ചതയിൽ കിടന്ന് പരസ്പരം ആശയത്തിന്റെ പോരടിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമായി പരിണമിച്ചു കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയോ 1946 ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ വന്നു. ബിദഅി പ്രസ്ഥാനമാണെന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ ഗവൺമെന്റുമായി സഹകരിക്കൽ പോലും ശിർക്കാണെന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് ശിർക്കാണ്, ഈ രാജ്യത്തെ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ശിർക്കാണ്, വോട്ട് രേഖപ്പെടുത്തുന്ന ശിർക്കാണ്. ഇതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന ജമാഅത്തെ ഇസ്ലാമി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശക്തമായ ആശയ ദൗർബല്യം സലക്ഷ്യം മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുത്തതിന്റെ അനന്തരഫലമായി അവർക്കവിടെ ആദർശത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഒരു കാലഘട്ടത്തിൽ തങ്ങൾ ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന അതേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭാഗഭാഗിത്വം വഹിക്കാൻ വേണ്ടി സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അങ്ങനെ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈന്യമായ സാഹചര്യമാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. തബ്ലീഗ് ജമാഅത്ത് കണ്ടാൽ നല്ല വേഷം, നല്ല രൂപം, നല്ല ഭാവം സമസ്ത സൂക്ഷ്മമായി പഠിച്ചു വിലയിരുത്തി കേരളീയ മുസ്ലിം സമൂഹത്തോട് മാറ്റി നിർത്തേണ്ട ബിദഅി സംഘമാണെന്ന് ബോധ്യപ്പെടുത്തി മുസ്ലിം സമൂഹത്തെ ബിദഅത്തിൽ നിന്നും അതുപോലെ തന്നെ ഇത്തരം വ്യാജ സിദ്ധന്മാരിൽ നിന്നും കള്ള ത്വരീഖത്തിൽ നിന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രക്ഷപ്പെടുത്തി. ഇത് ചില്ലറ കാര്യമാണോ? അനാചാരങ്ങളിൽ നിന്ന് മഹാത്മാക്കളെ നമ്മൾ ബഹുമാനിക്കണം, മഹാത്മാക്കളെ മഖാമുകളെ നമ്മൾ ബഹുമാനിക്കണം, സിയാറത്ത് ചെയ്യണം, തവസ്സുൽ ചെയ്യാം, തബറുക്കാകാം, ഇസ്തിഗാസമാണ് എല്ലാം പറഞ്ഞു. പക്ഷേ അതിന്റെ മറവിൽ, നേർച്ചകളുടെ മറവിൽ ദുരാചാരങ്ങളും തമ്മാടിത്തങ്ങളും അനുവദിക്കാൻ പറ്റില്ല. അത് നിർത്തൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1951 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രമേയം അംഗീകരിച്ചു. മുസ്ലിം സമൂഹത്തെ ബോധവൽക്കരിച്ചു. വലിയ മാറ്റങ്ങളുടെ ഓളങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ തരത്തിലുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങൾ മറ്റൊരു ഭാഗത്ത് തീവ്രതയുടെ നാമ്പുകൾ 1990-കളിൽ ബാബരി മസ്ജിദ് പൊളിച്ച പശ്ചാത്തലത്തിൽ കേരളത്തിൽ രംഗത്ത് വന്നപ്പോൾ ചില സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. ആരാണോട് യാഥാർത്ഥ്യം മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത്? അവരിതുപോലെ ഖുർആനും ഹദീസും പറഞ്ഞുകൊണ്ടാണ് ആളുകളെ വശീകരിച്ചത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ? ഈ കള്ളത്വരീഖത്തിനെ എതിർക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുമോ? ഈ ഖുർആനും ഹദീസും പറഞ്ഞുകൊണ്ട് തീവ്ര ചിന്തകൾ അവതരിപ്പിക്കുമ്പോൾ അന്ന് മോചിപ്പിക്കാൻ ഈ പാർട്ടികൾക്ക് സാധിക്കുമോ? സമസ്ത എന്തു ചെയ്തു ചോദിക്കുമ്പോൾ കേരളീയ മുസ്ലിം സമൂഹത്തിന് 100 കൊല്ലക്കാലം സമസ്ത ചെയ്തു വെച്ച വലിയ നേട്ടങ്ങൾ, ഈ മുസ്ലിം സമുദായത്തിന് ഉണ്ടാക്കി കൊടുത്ത വലിയ നേട്ടങ്ങൾ മറന്നുകൊണ്ട് ഇത് പറയരുത്. ചരിത്രം പഠിക്കണം. പൂർണ്ണമായും മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്തിയല്ലോ. അങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഒരു ഭാഗത്ത് ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിദഅത്തിൽ നിന്നും കള്ളസിദ്ധന്മാരിൽ നിന്നും മുസ്ലിം സമൂഹത്തെ മോചിപ്പിച്ചെടുക്കുമ്പോൾ മറുഭാഗത്ത് പോസിറ്റീവായി ഈ മുസ്ലിം സമൂഹത്തെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമെന്ന് നോക്കി. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമാണ് സമസ്ത നടത്തിയത്. ചെറിയ മുന്നേറ്റമല്ല, വലിയ മുന്നേറ്റം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചരിത്രം പരിശോധിച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മതസ്ഥാപനങ്ങൾ ഒരു ഏജൻസിക്ക് മുമ്പിൽ കീഴിൽ നടത്തുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ്. വളരെ കൃത്യമായി പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതൃത്വത്തിൽ നിന്ന് 11,082 മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട്. 100 കണക്കിന് അറബി കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മദ്രസകളിൽ 11,75,446 കുട്ടികൾ ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി വിദ്യാഭ്യാസ ഏജൻസികൾ, മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മതപരമായ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഉയർന്ന ഹയർ സ്റ്റഡി നൽകുന്ന സ്ഥാപനങ്ങൾ, പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ്,
ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും പാണക്കാട് പൂക്കോയ തങ്ങളും ഷംസുലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും നവ്വറല്ലാഹു മറാഖിദും ഷംസുലമ ജനറൽ സെക്രട്ടറിയായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ. ആ ജാമിയയുടെ സന്തതികൾ കേരളീയ മുസ്ലിം സമൂഹത്തിൽ ബിദ്അത്തുകാർക്ക് ശക്തമായ പ്രചരണവും പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഈ ബദഈ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. ആശയപരമായി എതിർക്കാൻ കഴിവുള്ള ധാരാളം പണ്ഡിതന്മാർ തുടർന്ന് നന്ദി ദാറുസ്സലാം അറബി കോളേജ്, കടബയിൽ റഹ്മാനിയ അറബി കോളേജ്, അതുപോലെ തന്നെ അഷ്അരിയ കോളേജ്, അസ്അദിയ കോളേജ്, ഇർഫാനിയ കോളേജ്, ഫാദില കോളേജ്, അതുപോലെ SLECയുടെ സനായിയ സ്ഥാപനങ്ങൾ, അതുപോലെ അനവധി സ്ഥാപനങ്ങൾ, കൂട്ടത്തിൽ മതഭൗതിക സമന്വയ സ്ഥാപനങ്ങൾ മുൻനിരയിൽ നിൽക്കുന്നത് ദാറുൽ ഹുദ സ്ഥാപനങ്ങളും വഫിയ സ്ഥാപനങ്ങളും. ഇതെല്ലാം സമസ്ത കേരള ജംഇയ്യത്ത് മുൻകൈയെടുത്ത് സ്ഥാപിച്ചതാണ്. സാന്ദർഭികമായി പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ സ്ഥാപനങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ ഗതിവിഗതികളിൽ സമസ്ത ഇടപെടാറില്ല. അത് ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സ്ഥാപനങ്ങൾ നടക്കും, ഓരോ മഹല്ലും നടക്കും, ഓരോ മദ്രസകളും നടക്കും. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്ത് വിഭാവനം ചെയ്യുന്ന ആശയാദർശങ്ങൾക്കെതിരായി എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ സമസ്ത അവിടെ ഇടപെടും. വഫിയ കോളേജിന്റെ കാര്യത്തിൽ അത് മാത്രമാണ് ചെയ്തത്. സമസ്ത കേരള ജംഇയ്യത്ത് അതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല. വഫിയ കോളേജ് സമസ്ത കേരള ജംഇയ്യത്ത് ആശയാദർശങ്ങളും അതിന്റെ ചട്ടങ്ങൾക്കും വിരുദ്ധമായി ചില നീക്കങ്ങൾ അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ നടത്തിയപ്പോൾ സമസ്ത സ്വാഭാവികമായി നടപടിക്രമങ്ങളിലേക്ക് പോയി അവരെ ഉപദേശിച്ചു. സമസ്ത ഉപദേശിച്ചു എന്ന് മാത്രമല്ല, മുഷാവറയിൽ പലതവണ ചർച്ച ചെയ്തു. അവർ പല ഉപദേശങ്ങളും പല ചർച്ചകളും നടത്തി. അവസാനം ബഹുമാന്യനായ സമസ്ത കേരള ജംഇയ്യത്ത് ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, അല്ലാഹു മഹാനോടൊക്കെ കബറിടം സ്വർഗ പൂങ്കാവനമാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ചുകൂടെ നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇവര് എന്ന് പറഞ്ഞപ്പോ ലാസ്റ്റ് തങ്ങൾ പറഞ്ഞു, ഞാനും സംസാരിക്കട്ടെ ആളുമായി. ബഹുമാനപ്പെട്ട തങ്ങൾ അദ്ദേഹവുമായി ജീവിതത്തിന്റെ അവസാന ഘട്ടം സംസാരിച്ചു എന്ന വിവരം ആദരണീയരായ സമസ്തയുടെ പണ്ഡിതന്മാരെ വിളിച്ചറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മാറ്റം വന്നില്ല. അവസാനം ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു. ലാസ്റ്റ് അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വന്നു. എന്നിട്ടും സമസ്തക്കെതിരെ പ്രതികരണങ്ങളുമായി മുന്നോട്ട് പോകുകയല്ലാതെ കീഴ്പ്പെടുന്ന സാഹചര്യം ഇല്ലാതെ വന്നപ്പോൾ അവസാനം മധ്യസ്ഥ സമിതി രംഗത്ത് വന്നു. സ്വാഭാവികം അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മുടെ സംവിധാനം തകരാറ് വന്നാൽ മേൽഘടകം പറഞ്ഞാൽ സ്വീകരിക്കണം, സാമാന്യ മര്യാദ. അത് സ്വീകരിക്കുന്നതിൽ അവസാനം മധ്യസ്ഥ സമിതി വരും. ഈ വിഷയം തീർക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ കേരളീയ മുസ്ലിം സമൂഹത്തിൽ പ്രബല വിഭാഗമായ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കിടയിൽ നിലവിലിരിക്കുന്ന ചെറിയ അനുരണനങ്ങൾ, ചെറിയ ഭിന്നതകൾക്ക് അടിസ്ഥാനപരമായ ഒരേ ഒരു കാരണം മാത്രമാണ് ഈ വഫിയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നവർ സമസ്തയെ അംഗീകരിക്കുന്നില്ല എന്ന ഒറ്റ കാരണമാണ്. ഈ ഘട്ടത്തിൽ കേരളത്തിലെ സമുന്നതരായ നേതാക്കന്മാരാണ് സമസ്തയുടെ സമുന്നതരായ 3 നേതാക്കന്മാർ. അതിന്റെ പ്രസിഡന്റ്, അതിന്റെ ജനറൽ സെക്രട്ടറി, അതിന്റെ ഖജാൻജി, കൂടെ അഭിമന്യരായ സമസ്തയുടെ എല്ലാമായ ഉസ്താദ് MT അബ്ദുൽ മുസ്ലിയാർ. അതിന് പുറമെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർ, ഇദ്ദേഹം ഞാൻ മുസ്ലിം ലീഗിന്റെ ആളെന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. അവരെ സപ്പോർട്ട് എനിക്കുണ്ട്. അവർ സ്വാഭാവികം ചർച്ച ചെയ്യാൻ വേണ്ടി PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒപ്പം സമസ്തക്കും മുസ്ലിം ഒരുപോലെ സ്വീകാരനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഈ 5-6 ആളുകൾ മധ്യസ്ഥ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചർച്ചയ്ക്കെടുത്തു. വിശദമായി ചർച്ച ചെയ്തു. ഒരു ദിവസമല്ല, 4 ദിവസം തുടർച്ചയായി അവർക്ക് സംസാരിക്കാൻ കഴിയില്ലോ. 3 മാസത്തിനകമാണ് 4 സിറ്റിംഗ് നടത്തിയത്. പ്രശ്നങ്ങൾക്ക് അന്തിമമായ മധ്യസ്ഥ തീരുമാനമുണ്ടാക്കി. ആ തീരുമാനം, ഒന്നാമത്തെ തീരുമാനം ഇതാണ്: വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുക. അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല, വാശി പിടിച്ചു നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ അന്തിമ വാക്കായ സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ മുശാവറ തീരുമാനിച്ച് അംഗീകരിച്ച് നടപ്പാക്കാത്ത വിഭാഗം ഈ മധ്യസ്ഥ സമിതി ഇങ്ങനെ ഐക്യകണ്ഠേന തീരുമാനിച്ച് ആ നിർദ്ദേശം കൊടുത്തത് അതുപോലും അംഗീകരിക്കാതെ വെല്ലുവിളിച്ചു പോകുന്ന ഒരു ദുരവസ്ഥ നിലവിലുണ്ട്. അത്തരം സ്ഥാപനങ്ങൾ നമുക്ക് സഹകരിക്കാൻ പ്രയാസമുണ്ട്. സഹകരിച്ചാൽ നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകും. കാരണം ആരുമിങ്ങളെ ചോദ്യം ചെയ്യുന്നവർ, സമസ്തയെ ചോദ്യം ചെയ്യുന്നവർ, അത് പിന്നെ അത് വഴിതെറ്റിപ്പോകും തീർച്ച. പക്ഷേ മഹാന്മാർ സ്ഥാപിച്ച സ്ഥാപനമാണ്. ഇന്നല്ലെങ്കിൽ നാളെ സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയുടെ കീഴിൽ വഫിയ സംവിധാനം വരും, ഇൻഷാ അല്ലാഹ് വരേണ്ടി വരുമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇങ്ങനെ വിപുലമായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ സമസ്ത ഒരു ഭാഗത്തുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ഈ മദ്രസ. വളരെ മുന്നിലാണ് സമസ്ത വിദ്യാഭ്യാസ രംഗത്ത്.
ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ സമസ്തയുടെ സിലബസ് പഠിക്കാൻ മദ്രസകളില്ലാത്ത രാജ്യങ്ങൾ പഠിക്കാൻ കുട്ടികൾക്ക് വ്യവസ്ഥാപിതമായ സംവിധാനം. കൃത്യമായി സമസ്ത സ്ഥാപിച്ച ഈ മദ്രസയിൽ ഇന്ന് നിലവിൽ 32 രാജ്യങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. കേരളത്തിലെ കുട്ടികൾ പഠിക്കാൻ കഴിയില്ല, മദ്രസകളിലെ കുട്ടികൾ പഠിക്കാൻ, യുഎയിലെ കുട്ടികൾ പഠിക്കാൻ കഴിയില്ല. മദ്രസകളില്ലാത്ത അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇത്തരം രാജ്യങ്ങളിലെ 32 രാജ്യങ്ങളിലെ കുട്ടികൾ ഈ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതകരമായ മുന്നേറ്റമാണ്. ഭൗതിക സംവിധാനം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് കൂടുതൽ കുട്ടികൾ അഡ്മിഷന് വേണ്ടി കാത്തു നിൽക്കുന്ന സാഹചര്യം. ഈ തരത്തിൽ വിദ്യാഭ്യാസ രംഗത്തും വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്ത് മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൽ എവിടെ പുഴുക്കുത്ത് വന്നാലും സമുദായത്തിൽ വന്നാലും സമസ്ത സടകുടഞ്ഞു നിൽക്കും. അവിടെ കോംപ്രമൈസ് ഇല്ല, വിട്ടുവീഴ്ചയില്ല. ദീനിന്റെ കാര്യം പറയാൻ ആരെയും ഭയപ്പെടുന്ന സ്വഭാവം സമസ്തക്കില്ല. ഈ മുജാഹിദ് പ്രസ്ഥാന തുടക്ക കാലഘട്ടത്തിൽ അവർ ബാങ്കിലെ പലിശ ഹലാലാക്കാൻ തീരുമാനമെടുത്തു. ബാങ്കിലെ പലിശ ഹലാലാക്കാൻ തീരുമാനിക്കുമ്പോ അതിനെതിരെ രംഗത്ത് വരൽ ബാധ്യതയാണോ? സമസ്ത ബാധ്യതയാണല്ലോ. നിസ്സാര വിഷയമല്ല. പലിശ ഗൗരവമാണ്. അവർ പലിശ ഹലാലാക്കാൻ വേണ്ടി ഈ എറണാകുളം ജില്ലയിലെ ഈ കൊടുങ്ങല്ലൂരിൽ ഒരു പുതിയ ബാങ്ക് സ്ഥാപിച്ചു, തുടക്കം കുറിച്ചു. പലിശാധിഷ്ഠിത ബാങ്ക്. ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാന സമുന്നതരായ പണ്ഡിതന്മാർ. എത്രത്തോളം എന്ന് വെച്ചാൽ മുജാഹിദ് സ്ഥാപകനായ പ്രമുഖ പണ്ഡിതൻ KM മൗലവി ഈ പലിശ ബാങ്ക് ന്യായീകരിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതി. റിസാലത്ത് ഫിൽ ബാങ്കിംഗ് നിയമത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ലഘുകൃതി എന്ന പുസ്തകം ഇറക്കി 1929. ആര് പറഞ്ഞാലും ശരി, ആരംഗീകരിച്ചാലും ശരി, ആര് ന്യായീകരിച്ചാലും ശരി, മുഖത്ത് നോക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ നിയമം, ഇസ്ലാമിന്റെ നിയമങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയും അതിനെതിരായ പ്രവർത്തനങ്ങൾ ശക്തിയുക്തം എതിർത്ത് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമസ്ത എന്ത് ചെയ്തു? സമസ്ത അതിന് രംഗത്ത് വന്നു. അവർ ന്യായീകരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ വലിയ പലിശ പാടില്ല, ചെറിയ പലിശയാകാമെന്നാണ് ഖുർആൻ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പലിശ ഒഴിവാക്കണം. ലാ തഅകുലു റിബ അദ്ആഫൻ മുദാഅഫതൻ, വർദ്ധിതമായ ഇരട്ടികളായി പലിശ നിങ്ങൾ തിന്നരുത്, ഭക്ഷിക്കരുത്. പലിശന്റെ ഗൗരവം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ദിർഹമു റിബൻ യഅകുലുഹു റജുൽ, ഒരു മനുഷ്യൻ ഒരു ദിർഹം പലിശ തിന്നുന്നത്, ഒരൊറ്റ ദിർഹം പലിശയായി തന്റെ ശരീരത്തിലേക്ക് തിന്ന് തന്റെ രക്തത്തിലും മജ്ജയിലും ചേർക്കുന്നത് 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗുരുതരമായ പാതകമാണെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. അത്ര ഗൗരവമുള്ള പലിശ ഹലാലാണെന്ന് ഫത്വ കൊടുത്തുകൊണ്ട് സ്വന്തമായി ബാങ്ക് സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്ത് പറഞ്ഞു, അരുത്. നിങ്ങൾ ഓതിക്കേൽപ്പിച്ച ആയത്തിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്, യഥാർത്ഥ വ്യാഖ്യാനം ഇതാണ്. ആ വർദ്ധിതമായ ഇരട്ടി അന്നത്തെ പശ്ചാത്തലത്തിൽ പറഞ്ഞതാണ്. ഖുർആന്റെ വ്യാഖ്യാനങ്ങളും ഹദീസുകളും പരിശോധിക്കണം. മുസ്ലിം സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി ആ ബാങ്ക് അവർ പൂട്ടിപ്പോകേണ്ടി വന്നു. ഇങ്ങനെ ഒറ്റപ്പെട്ട കാര്യങ്ങളല്ല സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയുടെ. എന്നിട്ട് സമസ്ത എന്ത് ചെയ്തു എന്ന് ചോദിക്കേ? സമസ്ത ഇവിടെ എന്താണ് ചോദിക്കേ? സമസ്തയാണ് ഇവിടെ ചെയ്തത്. മനുഷ്യന്റെ ആഹാരം രക്ഷപ്പെടാൻ മരിച്ചത് പോകുമ്പോ കെലിമത്തുണ്ടെങ്കിൽ സമസ്തന്റെ പ്രവർത്തനമാണ് സഹായകമായിട്ടുള്ളത്. ഇവരാരാണ് എന്താണ് ചെയ്തത്? മരിച്ചു പോയ ശേഷം സ്വർഗം കിട്ടണമെങ്കിൽ എന്താണ് ആവശ്യം? അതാണ് സമസ്ത ചെയ്തത്. ഈ താൽക്കാലിക ജീവിതത്തിലേക്കുള്ളതല്ല, ഭാസുരമായ ഭാവി ജീവിതം, ആഖിറത്തിൽ സ്വർഗം കിട്ടാൻ വേണ്ട പ്രവർത്തനങ്ങൾ വിപുലമായി സമസ്ത ചെയ്തു. അത് സാധാരണ സംഘടനയല്ല സമസ്ത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആമുഖത്തിൽ സൂചിപ്പിച്ചല്ലോ, ഈ സമസ്തക്ക് ജന്മം നൽകിയ ആളുകളെ പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും ഇത് സാധാരണക്കാരല്ല. സമസ്ത നേതൃനിരയിൽ തുടക്കം മുതൽ അവസാനം വരെ വന്ന ആളുകൾ ഒക്കെ പ്രമുഖരാണെന്ന് തന്നെ അറിയപ്പെട്ട ആളുകൾ എന്നുള്ള അർത്ഥം. ഒക്കെ പാരമ്പര്യമുള്ള കണ്ണികളാണ്. യമനിലെ ഹദ്റമൗത്തിൽ നിന്ന് വന്ന കണ്ണികളാണ്. യമന് ഒരു പ്രത്യേകതയുണ്ട്. സ്വഹീഹുൽ ബുഖാരിന്റെ ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രാർത്ഥിച്ചു, അല്ലാഹു ബാരിക് ലനാ ഫീ ഷാമിനാ വഫീ യമനിനാ. അല്ലാഹുവേ, ഞങ്ങൾ ഷാം നാട്ടുകാർക്ക് ബറക്കത്ത് ചെയ്യണേ, യമൻ നാട്ടുകാർക്ക് ബറക്കത്ത് ചെയ്യണേ. അപ്പൊ കാലു അവിടെ നിന്ന് വേറെ സ്വഹാബികൾ പറഞ്ഞു, ലി നജ്ദിന, ഞങ്ങൾ നജ്ദിനും കൂടി നിങ്ങൾ ദുആ ചെയ്യണം നബി പറഞ്ഞു. അപ്പൊ വീണ്ടും തങ്ങൾ പറഞ്ഞു, അല്ലാഹു ബാരിക് ലനാ ഫീ യമനിനാ വഫീ ഷാമിനാ, അല്ലാഹുവേ ഷാമിനും യമനും നീ ബറക്കത്ത് ചെയ്യണമേ. വീണ്ടും സഹാബികൾ ചോദിച്ചു, ചില സഹാബികൾ നജ്ദിന് ദുആ ചെയ്യണം. നജ്ദ് സൗദി അറേബ്യയിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന വഹാബി പ്രസ്ഥാനത്തിലെ സ്ഥാപകൻ ജനിച്ചതാടാ. അള്ളാന്റെ റസൂൽ തയ്യാറായി. അള്ളാന്റെ റസൂൽ ആ ഘട്ടത്തിൽ ലാസ്റ്റ് പറഞ്ഞു,
ഹുനാലിക യത്ലു ഖർനു ശൈത്താൻ. നജ്ദിന് ഞാൻ ദുആ ചെയ്യൂല, നജ്ദിന് അനുകൂലമായി ഞാൻ പ്രാർത്ഥിക്കൂല, നജ്ദിന് ബറക്കത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കൂല. ഹുനാലിക യത്ലു ശൈത്താൻ, അവിടെയാണ് ശൈത്താന്റെ കൊമ്പ് ഉദയം ചെയ്യുന്നത്. ഹുനാലിക സലാസിലു വൽ ഫിതൻ, പ്രകമ്പനങ്ങളും വലിയ വലിയ ഫിത്തനകളും കുഴപ്പങ്ങളും ലോകമാസകലം പടർന്നു പിടിക്കുന്ന ഫിത്തനകൾക്ക് തുടക്കം കുറിക്കുന്ന നാടാണ് നജ്ദ്. അവിടത്തേക്ക് പ്രാർത്ഥിക്കില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി വഹാബിസത്തിന്റെ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഹദീസ്. പക്ഷെ ആ ഘട്ടത്തിൽ തങ്ങൾ പ്രാർത്ഥിച്ചത് യമനും ഷാമിനും വേണ്ടിയാണ്. ആ യമനിൽ ഹദ്റമൗത്തിൽ നിന്നാണ്. ഹദ്റമൗത്ത് യമനിൽ ഏറ്റവും കൂടുതൽ ആലിമീങ്ങളും സൂഫിയാക്കളും സ്വാലിഹീങ്ങളും ജീവിച്ചു പോകുന്ന ഇന്നും ജീവിക്കുന്ന നാടാണ് ഹദ്റമൗത്ത്. ആ ഹദ്റമൗത്തിൽ നിന്നാണ് നമ്മുടെ സമസ്തയുടെ എല്ലാ ആലിമീങ്ങളും വന്നത്. അത് നിസ്സാര കാര്യമാണ്. സമസ്തയുടെ സ്ഥാപക നേതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ അല്ലാഹ് ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരൊക്കെ ബറക്കത്ത് കൊണ്ട് ആ കൂട്ടത്തിൽ നമുക്കൊരു സ്വർഗത്തിൽ പോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ പൂർവ്വകാല 5ാമത്തെ പിതാവ് സയ്യിദ് ഹാമിദ് ബാലവി ഈ ഹദ്റമൗത്ത് നിന്ന് യമനിൽ നിന്ന് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നതാ. ഈ നാട്ടുകാരെല്ലാവരും ഇതിന്റെ സ്ഥാപകനായി രംഗത്ത് വന്ന് പ്രവർത്തിച്ചാരാണോ? മഹാനായ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദ. അദ്ദേഹം ആരെന്നറിയോ? കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാം കൊണ്ടുവന്ന ഈ കൊടുങ്ങല്ലൂർ മാലിക് ദീനാർ ഉണ്ടല്ലോ, മാലിക് ദീനാർ നേതൃത്വം വന്ന സംഘമുണ്ടല്ലോ, ആ സംഘത്തിലെ പ്രധാനിയായിരുന്നു, ഒന്നാമനായിരുന്നു ഹബീബ് മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പരമ്പരയിൽ കൃത്യമായി ജനിച്ച മഹാനാണ് മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ശേഷം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ സമസ്തയുടെ വലിയ നായകനായിരുന്നു. ഈ പട്ടിക്കാട് ജാമിനൂരി അറബി കോളേജ് സ്ഥാപിക്കാനും അതുപോലെ തന്നെ മദ്രസ വിദ്യാഭ്യാസം ഞാൻ സൂചിപ്പിച്ചല്ലോ, 11.5 ലക്ഷം കുട്ടികൾ പഠിക്കുന്ന മദ്രസ, ഈ മദ്രസ സംവിധാനം തുടക്കം കുറിച്ച മഹാരഥനായിരുന്നു ബാഫഖി തങ്ങൾ അവർ. ഈ ബാഫഖി തങ്ങളുടെ പൂർവ്വപിതാവിനെ പരിശോധിച്ചാലും ഹദ്റമൗത്ത് നിന്ന് യമനിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. മഹാനായ ശംസുലമ ഇ കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ പൂർവ്വപിതാവും ഈ നാട്ടുകാരല്ല വന്നത് യമനിലെ ഹദ്റമൗത്തിൽ നിന്നാണ്. പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങൾ സമസ്ത സുന്നി യുവജന സംസ്ഥാന അധ്യക്ഷനായിരുന്നു. പട്ടിക്കാട് ജാമിഅയുടെ അവിഭാജ്യ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവ്വപിതാവ് അവിടെ നിന്ന് വന്നതാണ്. വേണ്ട, ഞാൻ ആ പരമ്പര അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം ഈ മുസ്ലിം ഉമ്മത്തിന് അന്തസ്സുള്ള നായകത്വം നൽകുന്ന ധീരനായ ഏത് പ്രതിയോഗികളെയും ഏത് പ്രതിഷേധ ശബ്ദങ്ങളെയും ഏത് പ്രതികരണങ്ങളെയും അവഗണിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ മുന്നോട്ട് നയിക്കുന്ന അജയ്യനായ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പൂർവ്വപിതാവും യമനിലെ ഹദ്റമൗത്തിൽ വന്ന് സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ പരപ്പനങ്ങാടി കപ്പലിറങ്ങിയത്. ഇങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് യാദൃശ്ചികം എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ പൂർവ്വകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുദബ്ബിറുൽ ഉമൂർ, കാര്യങ്ങൾ നിശ്ചയിച്ച് നിയന്ത്രിച്ചു പോരുന്ന ഇവിടെ മുസ്ലിം സമൂഹത്തിൽ ഈ മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കാൻ, ഒരു നവോത്ഥാനം സൃഷ്ടിക്കാൻ ഒരു സംഘം രൂപീകരിക്കേണ്ടി വരും. അതിന് കടഞ്ഞെടുത്ത ആളുകൾ നേതൃത്വം കൊടുക്കണം എന്ന് അല്ലാഹു കണക്കാക്കി നിശ്ചയിച്ച് ഇവിടെ പറഞ്ഞു വിട്ട ആളുകളാണ്. അതാണ് സമസ്ത. ആ സമസ്തയാണ് ആഖിറം രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ 100 കൊല്ലം നടത്തിയത്. ആര് ആ സംഘത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാലും ശരി, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ രീതിയിൽ വളർന്നു വരാനും എന്തൊക്കെ എതിർപ്പുകളും എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ചുകൊണ്ട് അജയ്യമായി അപ്പുറത്തേക്ക് മുന്നോട്ട് ചാടിക്കടന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇൻഷാ അല്ലാഹ് എല്ലാ വൈതരണികളും തരണം ചെയ്തുകൊണ്ട് ഈ യാത്ര സുന്ദരമായി ജനപിന്തുണയോടുകൂടി അവസാനിപ്പിക്കുകയും 100ാം വാർഷിക മഹാസമ്മേളനം ഇൻഷാ അല്ലാഹ് ഐതിഹാസികമായ സമ്മേളനമായി നടത്തുകയും ഇൻഷാ അല്ലാഹ് വലിയ ഒരു മുന്നേറ്റം അടുത്ത നൂറ്റാണ്ടിലേക്ക് നടത്താനുള്ള ശീലമാവുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിലേക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.